കുഞ്ഞുങ്ങൾക്ക് മുട്ട എപ്പോൾ കൊടുക്കാമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഐഡിയലി 8 മുതൽ 9 മാസത്തിന് ശേഷം മുട്ട കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ ഉണ്ണി വേണം ആദ്യമായിട്ട് കൊടുക്കാൻ. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അത് പലർക്കും അലർജി ഉണ്ടാക്കുന്നതാണ്. ഉണ്ണി നന്നായിട്ട് വേവിച്ച്, മുട്ട പുഴുങ്ങി തന്നെ ആദ്യം കൊടുക്കുക. വേവിച്ച് കൊടുത്തതിന് ശേഷം കുഴപ്പങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വയറ്റ് കൊടുത്ത് നോക്കാവുന്നതാണ്. ബേബീസിനത് കൊടുത്തിട്ട് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയും ചിക്കിയും ഒക്കെ കൊടുക്കാം, പൊരിച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ്. കോഴിമുട്ട, താറാമുട്ട, കാടാമുട്ടയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനീഷ്യൽ ഡേയ്സിൽ കാടാമുട്ടയ്ക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കുക. ആസ് ഏജ് പ്രോഗ്രസസ് 2 മുട്ടയൊക്കെ ആകാവുന്നതാണ്. പിന്നീട് 7 മുതൽ 8 വയസ്സൊക്കെ ആകുമ്പോൾ 3-4 മുട്ടയൊക്കെ കഴിച്ചാലും തെറ്റൊന്നുമില്ല. കോഴിമുട്ടയും താറാമുട്ടയും ഡെയിലി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് പലരും ചോദിച്ചു. നമ്മൾ എന്ത് സാധനമാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് അപകടമാണ്. മിതമായ രീതിയിൽ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കാവുന്നതാണ്. മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഡെയിലി കൊടുത്തെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൾട്ടിപ്പിൾ എണ്ണങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മത്സ്യമാംസാദികൾ നമുക്ക് 9 മാസത്തിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാവുന്നതാണ്. പൊടിമീനുകളൊക്കെ കൊടുക്കുന്നത് കാൽഷ്യം നല്ലതാണ്, പക്ഷേ മുള്ള് സൂക്ഷിക്കേണ്ടതാണ്. നല്ല മാംസമുള്ള മീനുകൾ ആദ്യമായിട്ട് കൊടുക്കുക. കടൽ മത്സ്യങ്ങൾ കൊടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. എസ്പെഷ്യലി കൂന്തൽ, കണവ, നമ്മുടെ ചെമ്മീൻ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള അലർജി റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് നോട്ടീസ് ചെയ്ത് വെക്കുകയും ചെയ്യണം. റെഡ് മീറ്റ് കുഞ്ഞുങ്ങൾക്ക് കഴിവതും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിക്കൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേവിച്ചുടച്ച് കൊടുക്കാൻ നോക്കുക.